If you're happy and you know you shout hooray, hooray! ഇന്ന് ഞാൻ നമ്മുടെ നേരത്തെ പോർക്ക് ഉപയോഗിച്ചിട്ട് ഫുള്ള് റൗണ്ട് അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കണേ. ഗൈസ് ആരോ പറഞ്ഞു എന്നോട് പിന്നിലിരിക്കാൻ, ഞാൻ പിന്നിലിരുന്നു. പക്ഷെ എന്റെ തൊട കാണുന്നുണ്ട്. അടച്ച് തുണി എടുക്കാൻ പോയിട്ട് കോൺക്രീറ്റിൽ തല തല്ലി ഒന്ന് വീണു. കണ്ടാ ഗോൾഡ് വീഴുമ്പോ വരെ ഐ ലവ് യു എഴുതിട്ട് വീഴുക. കണ്ടാ ഐ ലവ് യു. നല്ല പാട്ടാണല്ലോ ബ്രങ്ങ. തീറ് പാട്ടാ ബ്രങ്ങു. ഇന്നിവിടെ ആകെ അപ്സൈഡ് ഡൗൺ ആണ് കേട്ടോ. ഇന്നലെ രാത്രി ഒരു 5 തവണ ഏറ ഛർദ്ദിച്ചു. ഞങ്ങൾ ചോദിച്ചു ഇനി കുട്ടിയുടെ തലയെങ്ങാനും ഇടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയതാണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് മാറി കിടന്നു. അവൾക്ക് പാനഡോൾ കൊടുത്തപ്പോഴാണ് ഛർദ്ദിച്ച് തുടങ്ങി. പിന്നെ എല്ലാം ഓരോ മണിക്കൂറിലും. അപ്പോൾ ഇന്നലെ ഗോൾഡ് അവളുടെ കൂട്ടത്തിൽ ഈ മുറിയില്ല. അപ്പോൾ സമയം 8 മണിയായി. ഇതുവരെ ആരും എഴുന്നേറ്റിട്ടില്ലേ. ഓളെ 8 മണി. ഇവിടെ എന്തൊരു ഛർദി മണം, ഒരു ഛർദിച്ച മണം. പിന്നെ അവള് ഛർദിച്ചാ? പിന്നെ അവൾ അപ്പിട്ടെന്നാ ലീക്കായിട്ടുണ്ടാ? ഇല്ല, ഭയങ്കര മണം വരുന്നുണ്ടല്ലോ. അപ്പിട്ടുണ്ടാ? ആ സമ്മതിച്ചു. ഓ ഓക്കെ. എനിക്ക് 8 മണി. ഞാൻ അടുത്ത മേടെ കൂടെ ഭയങ്കര ഉറക്കാം. നോക്കിയേ 8 മണി. Good morning, ma'am. How was the sleep? That's a deep sleep. All the way from last night 8 o'clock till 8 o'clock, which is nearly 12 hours sleep. Good sleep. How is that? Where is Aira? Pikibu? കണ്ണ് തുറക്കാൻ മേലേ കൊച്ചിനെ. Aira, good morning. ഇന്നലെ എന്താ പറ്റിയേ? What happened? ചീത്ത വിളിച്ചല്ല, എന്നെ നോക്ക്. എന്താ പറ്റിയ ഇന്നലെ ബേബിക്ക്? കണ്ണ് റെഡിയായോ കൂട്ടരെ? കണ്ണ് റെഡി ചെയ്യാ? കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെറുതായിട്ട് ചുമപ്പ് കളറുണ്ട് ഇട്ടേ. ഓക്കെ ഏടാ, നിൻ്റെ കണ്ണ് റെഡി ചെയ്യാ? എന്താ പറ്റി ഇന്നലെ? ഇവിടെ ചെറിയൊരു മുകളിലേക്ക് എൻ്റെ കൈമ കടിക്കാനാ? എന്താ പറ്റി ഇന്നലെ? കുണ്ടിവാസോ? ഇന്നലെ കുണ്ടിവാസ്. What happened? You are good? This is so good now. Puaba. Good girl ആണ് എൻ്റെ ഈറ ബേബി. തന്നെ പൂച്ചക്കുഞ്ഞാണോ ഇവിടെ ഇരിക്കുന്നത്? പൂച്ചയാണോ? നോ ഓക്കെ. ഡേ അവൾ പൂച്ചല്ല കേട്ടാ. ഇനി അങ്ങനെ അവളെന്നെ പൂച്ചാന്ന് വിളിച്ചാണല്ലോ കിട്ടുന്ന നിൽക്കണ്ടേന്ന്. അപ്പം ആരുടെ മുടി കെട്ടണേ? കിലരി അവിടെ നിന്ന് ഇറങ്ങി കേരയുടെ മുടി കെട്ടട്ടെ ആദ്യം. മാറ്റിയെടുത്ത്. എരുമ നിന്റെ മുടി കേട്ടാ ആദ്യം. എരുമ എടാ കണ്ട ആരാ? നിന്റെ അച്ഛൻ. നിന്റെ അച്ഛനാടി, നിന്റെ അച്ഛൻ. അവളെന്നെ ചിരിക്കും. നിന്റെ അച്ഛനാടി പറയണേ. അത് വെച്ചിട്ട് അതിൻ്റെ കണ്ണുമ്മ ഒരു കുത്തൂണി കൊറുക്ക്. അപ്പം നല്ല സുഖം കിട്ടും. അവളൊന്നും നോക്കില്ലട്ടോ. അവൻ തിരിച്ചെടുത്തിട്ട് വായിലിട്ടൊരു ഉന്ത്. അത് ആരനെ? നല്ല രസം. ബാക്ക്ഗ്രൗണ്ടിൽ നീല നല്ല കടും സൂര്യനാട്ടോ ഇന്ന്. കടും സൂര്യൻ. പക്ഷെ നല്ല തണുപ്പുണ്ട്. 6 ഡിഗ്രിയാ. ദാരിദ്ര അതിൻ്റെ കണ്ണി കുത്തിട്ടു അപ്പാ. അല്ലെങ്കിൽ എന്നെ കണ്ണു പോയിരിക്കുക. ഇടുതായുണ്ട് എൻ്റെ മേല് കുത്തട്ടെ. ഇങ്ങനെ സുഖണ്ടാ? എന്തേ ഇതെല്ലാവർക്കും വേനെടുക്കൂ. അല്ല ഇടയ്ക്ക് നീ അവളെ കുത്തിക്കോ. കണ്ട അവൾക്ക് വേറെ തന്നെയാ നമുക്ക് കുത്തു കിട്ടണേ. കൊത്തി സ്വഭാവമുള്ള കയ്യിലേ തന്തേര സ്വഭാവ. കൊടുക്ക് എടുത്തിട്ട് 2 കുത്താ കാണുക. അത് തന്നെ. ഗുഡ് ജോബ് എസ്മേ. ഗുഡ്. അവളെ ചക്കളയമ കുത്ത്. ഗുഡ്. താങ്ക് യു. കുത്തിയിട്ട് അടിക്കുക. എന്താ തിന്നാ? അവൾ ഫൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അവളെ നിന്ന് അവൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കൊടുക്ക് അവളെ ചിരിച്ചിടണം. അത് തന്നെ. അമ്മയ്ക്കും കൊടുത്തോ? നമ്മൾക്ക് ഫൈറ്റ് ചെയ്യണ്ടേ അല്ലേ? പിന്നെ മർത്തണ്ട ഓർമ്മ ഇരുന്നു. ഇനി നമുക്ക് കയറാം. നോക്കിക്കോ. ഇനി ഇവള് ഫൈറ്റ് ചെയ്യുമെന്ന് അറിയാം. നമുക്ക് ഇവൾക്ക് ആയുധത്തിൻ്റെ ആവശ്യമില്ല. കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യും.
ആ എന്താ ഇന്ന് ഫൈറ്റിംഗ് ഇല്ലേ ഏരമ്മ ആ ഇവളുടെയാ എടി കുട്ടികളാകുമ്പോൾ വീഴും നീ കണ്ടിട്ടില്ലേ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കുള്ള കുട്ടികൾ വീഴുമ്പോൾ പാണ്ടും ഇതൊക്കെ വരും അങ്ങനെ ആകുമ്പോൾ അവർ ആക്റ്റീവ് ആണെന്നാണ് എൻ്റെ അർത്ഥം ദേ ആർ ട്രൈയിങ് സംതിങ് ന്യൂ ദറ്റ്സ് നോർമൽ അല്ലടാ നീ കണ്ടിട്ടില്ല തിലകം പറയണത് കണ്ണൂർ സെൻട്രൽ ജയിൽ ആൺകുട്ടികൾക്കുള്ള നമ്മൾ ഇടിക്കും ഇവിടെ ചെറിയ വീങ്ങലൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ മൊത്തം സൈഡിൽ ആ കീലേരി ഒന്നും വീഴൂല കിലരി താറാവ് കളിച്ചിട്ട് ഇരിക്കുള്ളോ കിലരി ഏരുമാ ചോക്കൂടെ ടഫ് ഉള്ളസേ ഏറുമാ ഏടു ഏടാ ഏടുമാ 3, 2, 1 ഗോ ഫോട്ടോ കണ്ണ് എഴുതുന്ന പോലെയാണല്ലോ കൊണ്ട് നീ വാക്സിൻ ഇടിപ്പിച്ച് കൊടുക്കണ കുട്ടിയുടെ മേല് ഞാൻ ഒരു ഒറ്റ തേമ്പല ആദ്യമേ തേമ്പി ഞാൻ ഒട്ടിക്കും വാ മാമിയുടെ പപ്പടക്കണ്ണി വാ പപ്പടക്കണ്ണി ഇപ്പോഴാണ് ശരിക്കും പപ്പടക്കണ്ണി ആയത് കരിഞ്ഞ പപ്പടം മാമി നിങ്ങൾ ഹാപ്പി ആയില്ലേ നിങ്ങൾ ആ കുട്ടീനെ പപ്പടക്കണ്ണി എന്ന് വിളിച്ചിട്ട് അതിനിപ്പോൾ പപ്പടക്കണ്ണി ആയത് വീർത്തു പപ്പടം വാടാ പപ്പടക്കണ്ണി പപ്പടക്കണ്ണീനെ കാണാൻ വന്നില്ലോ മാമി If you're happy and you know you clap your hands, tan tan. If you're happy and you know you clap your hands, tan tan. If you're happy and you know it and you really wanna show it. If you're happy and you know you clap your hands, tan tan. If you're happy and you and then stomp your foot, tat tat. If you're happy and you know you stomp your foot, tat tat. If you're happy and you know it and you really wanna show it. If you're happy and you know you stomp your foot, tat tat. അത് കറക്റ്റ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് അപ്പൂപ്പൻ കാലുകൊണ്ട് ഇങ്ങനെ കൊട്ടണ പോലെ കൊട്ടുണ്ട് ദിസ് ഈസ് stomp your foot. Who told you that? If you're happy and you know you shout hooray, hooray. If you're happy and you know you shout hooray, hooray. If you're happy and you know it and you really wanna show it. If you're happy and you know you shout hooray, hooray. Inqilab Zindabad, Inqilab Zindabad, Inqilab Zindabad. Para. Okay, done. We go. Too much talking in this morning. Okay, let's go now. ഈ വർഗീസ് പുണ്യാളെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടാ അമ്മ കമ്പ്യൂട്ടർ വേണ്ടേ കമ്പ്യൂട്ടർ നമ്പർ 1 എങ്ങനെയുണ്ട് അവളിവിടെ വന്നിരുന്നു ഞാൻ നിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അവൾക്ക് ലാപ്ടോപ്പ് മോണിറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആടെ നല്ല പുതിയ മോണിറ്റർ മേടിച്ചു കൊടുത്തു അവൾക്ക് എന്താ എന്ത് സെറ്റപ്പ് ചെയ്യാൻ ഞാൻ ഡ്യൂപ്ലിക്കേറ്റിന്റെ പരിപാടി ഇല്ലേ കൊണ്ട് ചത്തല്ലി ഞാൻ ആ പരിപാടി എനിക്ക് ആ കൂടി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടിയത് തന്നെയാ എൻ്റെ പിള്ളേർ വരെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല അല്ലേ പണി വലുത് എടുക്കണ്ട കാപ്പി വേണം കുട്ടിക്ക് ഒരു 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 നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പുള്ളിയുടെ അമ്മ ലൈവ് ഇതിൽ മെസ്സേജ് അയച്ചിരിക്കുക കോടിയിൽ ഒരാളുള്ളൂന്ന് ഞാൻ കോടിയിൽ ഒന്നാന്ന് ഞാൻ എനിക്കിവിടെ അറിയാം കുറെ പേരെ കോടിയിൽ ഒന്നല്ലേ അത് കോടിയല്ല കൊടിയേ എന്താ പറഞ്ഞതറിയോ എല്ലാ ദിവസവും ഇടുന്ന ഉടുപ്പ് അപ്രീഷിയേറ്റ് ചെയ്യും കുക്ക് ചെയ്യും എല്ലാം ഇതൊന്നും ഒരു തലമുറയ്ക്ക് കിട്ടിയില്ല ഞാൻ റയർ പീസാ അതെന്താ ആളുകൾക്ക് മനസ്സിലാകാതെ എനിക്ക് മനസ്സിലായി പിന്നെ ഇതൊക്കെ ഞാൻ ഷോയ്ക്ക് വേണ്ടി ചെയ്യണതാണ് ഷോയ്ക്ക് വേണ്ടിട്ടെങ്കിലും ചെയ്യുന്നില്ലേ അതുണ്ട് പോരെ സാധനം പറയണ്ടോ പറയുന്നില്ലേ എത്രയോ സിനിമയിലുണ്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞൂടെ ചോദിക്കണേ ആ കുറവ് നിനക്കില്ലേ ഒരു കാര്യം മനസ്സിലായ യു കനോട്ട് സാറ്റിസ്ഫൈ എനിബഡി ഇൻ ദി വേൾഡ് മനുഷ്യന് ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എങ്കിൽ മനുഷ്യന് ഇവിടെ എത്തില്ലായിരുന്നു ഇപ്പൊ നിനക്ക് ബംഗ്ലാവുണ്ട് കൊട്ടാരുണ്ട് പണ്ടാരുണ്ട് എല്ലാം ഉണ്ട് ബിൽ ഗേറ്റ്സിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ് മോനെ ഇഷ്ടം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഐ ലുക്ക് ഫോർ സംതിങ് എന്താ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അങ്ങനെ പറയുന്നത് അവൾക്ക് എന്റെ കറക്റ്റ് കുടുംബത്തിലെ സ്വഭാവങ്ങളാ വെരി ടഫ് അല്ല ഒരു തരി മരുന്ന് എന്തൊരു പ്രശ്നം എന്താണെന്നറിയോ എങ്ങനെയെങ്കിലും തുറന്നു പിടിച്ച് നിങ്ങൾ തരുന്നില്ല ഞാൻ തിന്നാൻ വേണമെങ്കിൽ തിന്നും നീ ഇപ്പൊ എന്തിനാ ആ കുട്ടിനെ ഏറ് മരുന്ന് കഴിച്ചിട്ട് എത്ര നാളായി ഭാഗ്യത്തിന് അതിന് സിക്കൊന്നും വരാറില്ല അങ്ങനെ പോണുണ്ട് എന്നിട്ട് സിക്ക് വരുന്നു പറഞ്ഞാൽ വരുമോ പറ്റില്ല സഹിക്കാൻ അല്ലെങ്കിൽ നീ എന്താ ചെയ്തോ ചോദിച്ചാവോ
അതുകൊണ്ടല്ല. You cannot do anything. See the satisfactory എനിക്ക് problems. സിക്ക് വരുന്നോണ്ട് കുഴപ്പമില്ല. Anyway, Andy, thank you. You know, I'm one of a special species. Very nice fellow. Too many girls want to marry me nowadays. ഒന്ന് ചെയ്തു നോക്ക, അപ്പൊ അറിയാം. Yeah, living with me is a hard shit, guys. I know. അപ്പൊ അറിയാം. നിങ്ങള് കാണുന്നത് ആരുടെ ഷോ? നവീന്റെ ഷോ. Sure, this is my show, and this is Naveen. You don't see the background. Yeah, so you're suffering. Leave me then. എന്നല്ല പറഞ്ഞേ, Leave me then. സഫറിങ്. Find a better one, better than me. നീയല്ലേ പറഞ്ഞു നീ എന്റെ കൂടെ നവീന്റെ കൂടെ നിക്ക. അങ്ങനെയല്ലല്ലോ പറഞ്ഞു. പിന്നെ എന്നിട്ട് നിനക്ക് എന്തിന്റെ കുറവ് കൂടെ? എനിക്കൊന്നിന്റെ കുറവില്ല, എല്ലാം എനിക്ക് കൂടുതൽ. അതല്ലേ ഞാൻ പറഞ്ഞേ. കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ എത്തി, ടി വി വേണമെന്ന് പറഞ്ഞു ടി വി, ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു ഫ്രൂട്ട്സ്, ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞു ഡെസേർട്ട്, വീട് വേണമെന്ന് പറഞ്ഞു. എനിക്ക് പോലും വീട് വേണം, വീട് പഠിച്ചു. നീ പറ, നിനക്കൊരു സാധനം വേണം എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം മുഴുവൻ നിനക്ക് കിട്ടിയിട്ടില്ലേ? എന്താ കിട്ടാത്തത്? അതെന്റെ കൂടി കഴിവുണ്ട്. ഇത് എനിക്ക് ജോലിക്കാണ്. അതിന്റെ കാര്യം വിട്, നീ കാര്യമുള്ള കാര്യം. എന്ത് കാര്യം? എന്താ എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഇല്ലാന്നാ? ഞാൻ പിന്നെ ഈ വർക്ക് ചെയ്യണതൊന്നും വർക്കല്ല. നിങ്ങൾക്ക് എന്താ ഞാൻ വർക്ക് ചെയ്യണത് വർക്കായിട്ട് കാണാത്തത്? 24 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യേ, 24/7. എന്ത് വർക്ക്? നിന്റെ വർക്ക് അവർ 8 മണിക്കൂറല്ലേ? അത് വീട്ടിലെ പണിയല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതും എന്റെ പണിയാ. മോണിറ്റൈസേഷൻ. മീൻ അങ്ങനെയില്ല. എന്തിട്ട് വർക്ക്? നിന്റെ വർക്ക് അവർ കഴിഞ്ഞ നിന്റെ വർക്ക് കഴിഞ്ഞാ ആ വള്ളി കൊണ്ടൊന്നും ഞാൻ ചാവില്ല. കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വള്ളിയിൽ പെട്ട് ചാവണല്ല ഞാൻ. നിങ്ങൾ 4 ആൾക്കാരില്ലേ ഇവിടെ എന്നെ കൊല്ലാൻ നടക്കണേ? അതല്ല ഞാൻ പറഞ്ഞേ. നീ പറഞ്ഞ വർക്ക് ഞാൻ പറഞ്ഞത് എംപ്ലോയ്മെന്റ് എന്നാ ഉദ്ദേശിച്ചേ. നീ 8 മണിക്കൂറിനിടയിൽ 4 മണിക്കൂർ ഫോൺ നോക്കും, അത് കഴിഞ്ഞിട്ട് ഫോൺ നോക്കും. കൂടുതൽ കളിച്ചാണോ ഇറ കാണിക്കുന്ന പോലെ കാണിക്കട്ടാ. വേറെ വലിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം നീ. ഇറ്റ്സ് ഫൺ. കം ഓൺ ഹണി. വർക്ക് ചെയ്യും മര്യാദയ്ക്ക്. ബ്ലഡി ഫുൾ. വാട്ട് യു വാണ്ട് ടു ഈറ്റ് ഫോർ ലഞ്ച് ടുഡേ? ലഞ്ചിന് എന്താ വേണ്ടതെന്ന് പറ. നല്ല രസമുള്ള ഫ്രെയിം. ലഞ്ചിന് എന്താ വേണ്ടേ? ലഞ്ചിനോ? പോർക്ക് ഉണ്ട് ഇന്നലത്തെ. ഞാൻ അത് വെച്ചിട്ട് കെസതി ഉണ്ടാക്കി തരേ. അത് സ്റ്റിർ ഫ്രൈ വേണം. പോർക്കുണ്ട്. ഡിന്നറിന് എന്താ വേണ്ടേ? ബീഫ് കറി. ഞാൻ ഒരു ബീഫ് കുറച്ച് ഉള്ളി കൂടുതലിട്ടിട്ട് ഒരു സ്റ്റ്യൂ പോലെ ആക്കി തരട്ടെ? എന്തേ? ഞാൻ കോടികളിൽ ഒന്നേ ഉള്ളൂ. എനിക്ക് ബീഫ് സ്റ്റ്യൂ അങ്ങനെ വലിയ ഇഷ്ടമില്ല. വെള്ളക്കാരുടെ സ്റ്റ്യൂ എന്ന് പറയുന്നത്. വെള്ളയുടെ സ്റ്റ്യൂ അല്ല, കുറച്ച് ബ്രൗൺ ഇന്ത്യൻ കരി വളിച്ചത് വരാം. എന്നിട്ട് നീ മറ്റേ ബ്രൗൺ ആണല്ലോ കളറ്. അമ്മ പറയും നാട്ടില് ചീനിച്ചട്ടിയുടെ കളറാണ്. ചീനിച്ചട്ടി അല്ലേ, മീൻചട്ടി. കറുപ്പിലും വെളുപ്പിലും കാര്യമില്ല അറിയില്ലേ? ഒന്നിലും കാര്യമില്ല. കോടികളിൽ ഒന്നായ കാര്യമുണ്ട്. അത് തമ്പനയിലിന്റെ പേര് കോടികളിൽ ഒന്ന്. കമന്റും കൂടി എടുത്തിട്. ആന്റിയുടെ ഫോട്ടോ ഇടണ വീഡിയോ. വേണ്ട വേണ്ട. ഞാൻ ബീഫ് കറി ഉണ്ടാക്കാം. പോർക്ക് കെസതി നിനക്ക് വേണ്ടി ഉണ്ടാക്കാം. അത് പോർക്ക് വെറുതെ സ്റ്റിർ ഫ്രൈ ആക്കണം. നമുക്കപ്പോൾ മറ്റേ ഇതിൽ മുക്കിയിട്ട് കഴിക്കാം. ഓക്കെ ശരി. എന്താ നീ ലുക്ക് ടയർഡ്? നീ ഓക്കെ ആണോ? എയ്റയുടെ പോലെ നീ എണീറ്റ് അത്രയും തവണ ആ റൂമിൽ നിന്ന് എണീറ്റ് ഇവിടെ വന്ന് ഛർദി വരെ കോരിയ ആളാ ഞാൻ. എന്തേ അല്ലാന്ന് നീ പറ. അവിടെ നിന്ന് നമ്മളെ 2 പേരെയും മേലായ. മോന്റെ മേലെ എങ്ങനെയായി? ഞാൻ ജാക്കറ്റ് ഇട്ടായിരുന്ന എന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എന്റെ മേല് ഉദ്ദേശിച്ചതേ മറ്റേ പാലാഭിഷേകം പോലെ തലയും കൂടെ ഒലിച്ചിറങ്ങിയിട്ട് എന്റെ മേലായില്ലേ ഷർട്ട് ഇട്ടക്കാരനെ. ജാക്കറ്റ് ഇട്ടുണ്ട് എന്റെ മേത്തോടെ ഒരച്ചോണ്ട് പോയപ്പോഴാണ് മോൻ. എടി നിന്റെ എന്റെ മേലെ ആവാണ്ടിരിക്കാൻ ഞാൻ ആ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കൂടി ആക്കിയിട്ട് ഇങ്ങനെ ആക്കി പിടിച്ചതാണത്. അത് കഴിഞ്ഞിട്ട് തലക്ക് കാര്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഛർദ്ദിച്ചത് എവിടെയാ? അത് കഴിഞ്ഞിട്ട് ഛർദ്ദിച്ചത് എവിടെയാ? ബെഡ്ഷീറ്റില് പില്ലോയില്. അപ്പൊ ഞാൻ ആരാണ്ടായിരുന്ന കൂടെ? സൈഡിൽ അവിടെ ഇരിക്കാൻ, താഴെ ക്ലീൻ ചെയ്യാൻ. അപ്പൊ ഞാൻ തന്നെയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ ഈ റൂമിലൊക്കെ കരഞ്ഞപ്പോ കപ്പും എല്ലാം കൊണ്ടുവന്ന് വന്നിട്ട് രക്ഷപ്പെടുത്തിയത് ആരടെ? ഞാനായത് കാരണം അത് കറക്റ്റ് ബാത്റൂമില് ഛർദിച്ചവരാണ്. ആ റൂമില് ഛർദിക്കണ കുട്ടീനെ അവൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഈ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ അവിടുത്തെ കൊണ്ടുപോയി
മറ്റേ കുട്ടി എണീക്ക്. ഒരു കുട്ടിയല്ല ഇവിടെ, 2 കുട്ടിയുണ്ട്. അപ്പൊ ഛർദിക്കുന്ന ആളെ 150 മീറ്റർ അകലേക്ക് ഓടുക രാത്രി. ഇവിടെ എവിടെയുള്ള ഛർദിച്ചില്ലല്ലോ. അത് ഇന്റെ കുറ്റ, അതിനോട് ചോദിക്കേ. അവളവിടെ ഛർദിച്ചില്ലോ. താഴെയിട്ട് ഞാൻ ഉരുട്ടി വിടട്ടെ മോനെ? ഞാൻ ഉരുളില്ല, ഞാൻ തെറിച്ച് പോളാം. നിന്നെ ഒന്ന് ഉറിച്ച് വെക്കുക, കല്ലിന്റെ മുണ പോലെ പൊക്കോളൂ. ഞാൻ പോയിട്ട് കുക്ക് ചെയ്യട്ടെ, നിനക്ക് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം. ഞാൻ ആ ഷീറ്റുകളും ബ്ലാങ്കറ്റ് പില്ലോ ഇതെല്ലാം കഴുകി. ഞാൻ കഴുകാൻ ബാക്കിയുള്ളത് നീ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കഴുകണേ അല്ലേ? നിന്റെ ആരെങ്കിലും വന്നിരിപ്പുണ്ടോ ഇവിടെ കഴുകാൻ? ഞാൻ ബീഫ് കറി വെക്കട്ടെ പോയിട്ട്, വേണോ? എടുത്തോണ്ട് എങ്ങോട്ട് പോണ നാട്ടിലൊന്നും കാണിട്ട്. ഇന്ന് ഞാൻ നമ്മുടെ ഇന്നലത്തെ പോർക്ക് ഉപയോഗിച്ചിട്ട് ഫുൾ റൗണ്ട് അങ്ങനെ തന്നെയാട്ടോ ഉണ്ടാക്കണേ, quesadilla. സോ നമ്മുടെ ഇന്നലത്തെ പോർക്ക് കൂടി ഉണ്ട്. പ്ലെന്റി മീറ്റ്, ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി പോർക്കായിരുന്നു. അത് ക്വാളിറ്റി ഓഫ് ദ മീറ്റ് ഈസ് ടോപ്പ് നോച്ച് ആയിരുന്നു ഇന്നലത്തെ. ബ്യൂട്ടിഫുൾ. എനിക്കും ഗോൾഡയ്ക്കും ഉള്ള 2 പേരുടെയും കൂടിയിട്ടുള്ള പോർഷൻ. നമ്മുടെ ബീഫ് സ്റ്റ്യൂ അവിടെ വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഗോക്കമോളി കുറച്ച് വെള്ളമായിട്ടുണ്ട്, എന്നാലും സാറില്ല. ഇതിൻ്റെ ഒപ്പിട്ടിട്ട് നമുക്ക് സെറ്റാക്കാം, പിസ്സ പോലെ. ഇനി ആക്കുമ്പോഴത്തേക്ക് കുഴപ്പം എന്താ വെച്ചാൽ ഇതിങ്ങനെ വേവുന്ന സമയത്ത് ഈ ചാറൊക്കെ പുറത്തേക്ക് ചാടി ഇറങ്ങും, അതാണ് കുഴപ്പം. സം ചീസ് ഓൺ ടോപ്പ്. ഇന്ന് നമ്മൾ ബട്ടറിന് പകരം പോർക്കിൻ്റെ ലാഡാണ് കേട്ടോ ഉപയോഗിക്കണേ കുക്ക് ചെയ്യാനായിട്ട്. ഇതാണ് പോർക്ക് ലാഡ്, കണ്ട. Press. There we go. ഓക്കെ, ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൈസ്ലി കുക്ക്ഡ് ആയിട്ടുണ്ടാവും. താഴെ അതിൻ്റെ ഫാറ്റ് കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ഇന്നത്തെ പോർക്കിൻ്റെ ട്രേ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇൻഡസ്ട്രിയൽ. നൗ വി കട്ട് ഇറ്റ്. ബ്യൂട്ടിഫുൾ. നമുക്കിതിനെ കട്ട് ചെയ്യാം. ക്രിസ്പി quesadilla. And look at this. It's like a pizza, a good portion, you know. Beautifully also. Any leftover meat, we can change it into this. The guna and the chale, half portion is always like a full meal. You can put vegetable, whatever you want to add, but make sure you eat only 1 chapati. 1 chapati always give you like a 200-250 calories. Too much flour in it, okay? So you get 1 chapati, plenty meat, plenty protein. So it's a good portion. നമ്മൾ ചാറിൽ മുക്കി കഴിക്കുന്ന പോലത്തെ പരിപാടിയാണെന്ന് വെച്ചെങ്കിൽ യു ഈറ്റ് അറ്റ്ലീസ്റ്റ് 3 അല്ലെങ്കിൽ 4 ചപ്പാത്തി. ഓക്കെ, ഗോൾഡേക്ക് പോർക്കിൻ്റെ മണം ഇഷ്ടമല്ല. എന്തൊക്കെ കംപ്ലൈൻ്റ് അല്ലേ ഗോൾഡ്? എന്തെങ്കിലുമൊക്കെ തിരികെ ചാവാനാ എനിക്ക് കഴിക്കട്ടെ. ഒന്ന് സൈഡ് പ്ലീസ്. അവിടെ കുറച്ച് കൊക്കാമൊളി ബാക്കിയുണ്ടോ? നീങ്ങിയിരുന്ന. അയ്യോ, സവർ ക്രീം വേണം. വേണോ? പിന്നെ വെരി ഗുഡ്. എന്തേ കുഴപ്പമുണ്ടോ? വേണ്ട. ഇനി ഞാൻ കളിയൊക്കെ പോയി ചുമ്മാ നല്ല സൗകര്യമാണ്. Wow. Beautiful. പോർക്കിൻ്റെ ബെല്ലിയേക്കാണ് അതിൻ്റെ ഫാറ്റ് മെൽറ്റ് ചെയ്യുന്ന. നിനക്ക് എന്താ പോർക്കിൻ്റെ ഫാറ്റ് മണക്കുണ്ടോ? ആ ഫാറ്റാ പോർക്കിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ? പോർക്ക് കുളിക്കാത്ത പോർക്കിൻ്റെ മണം. കുളിച്ച് പല്ലൊക്കെ തേച്ചു. നാളെ ഞാൻ ആ പോർക്കിനെ കുളിപ്പിക്കുന്നു. പണ്ടര എൻ്റെ മണം പോയത്. അതിന് ഇപ്പോഴായിട്ട് കാണാം. ചിലപ്പോ കരച്ചിലാണെങ്കിൽ റോഡ് പെട്ടിക്കടയുടെ മൂലക്കൂടെ വണ്ടി കയറ്റണേ. കൈസ് ആരോ പറഞ്ഞ് എന്നോട് പിന്നിലിരിക്കാൻ. ഞാൻ പിന്നിലിരുന്നു. പക്ഷെ എൻ്റെ തുട കാണുന്നുണ്ട്. അടച്ച് ആ മാമിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ.
നമ്മുടെ അതിഥികൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു കാര്യമുണ്ട് കാണിച്ചു തരാനായിട്ട്. ഇവിടെ വന്നു 3 സംഘടനകൾ ചേർന്ന് വന്നു. ആ പപ്പടു മാമി എങ്ങടെ ജയിലിൽ പോകണോ? എന്താ ഓളി മാമി കുഴപ്പമൊന്നുമില്ല. കൺകഷ്ണ മാമി ഒന്ന് സീറ്റ് ബെൽറ്റ് ഇടറോ? എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. ആ ഇവിടെ ഇടാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ എങ്ങനെ ഇടണേ അല്ലേ? എടുത്ത് നമുക്ക് കണ്ടിട്ട് എന്താ മാമി ഇങ്ങനെ ഒരു സ്നേഹമില്ലല്ലോ. എടി ഇവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ ഒന്ന്. ഭക്ഷണം അല്ല ഭക്ഷണം കഴിച്ചായിരുന്നോ? എടിയെ ഭക്ഷണം കഴിച്ചായിരുന്നോ? ആ ഇറച്ചി മീനും കഴിച്ചോ? ഓ ഫിഷ് ഫിംഗേഴ്സ് കഴിച്ചാ? മുട്ടോടു പപ്പടക്കണ്ണിയാണോ? അവിടെ പപ്പടക്കണ്ണിയാണോ? മാമിയുടെ കരിനാക്ക് കാരണം ആ കുട്ടിയുടെ കണ്ണ് ഇങ്ങനെയായത്. കരിഞ്ഞ പപ്പട ഇങ്ങനെ ആ മാമി തന്നെ പപ്പടക്കണ്ണിന്ന് വിളിച്ചത് ഇങ്ങനെയായത്. ഇമ്മാരി കറക്കം പറ്റിക്കരുത് മാമി. മാമിയുടെ ഒന്നും കാണാൻ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പൊക്കളെ. എത്ര നേരം ഈ വർത്താനം പറയണേ? അത്ര ഞാനോട് കഥ കുറച്ചു. ഞാൻ അവിടെ തനിയെന്ന് വർത്താൻ പറയും. എന്താ പൊട്ടനാ? ഞാൻ തന്നെ എന്നിട്ട് എവിടെ വർത്താൻ പറയണേ? ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണ സമയത്താണ് അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ലക്ഷ്മി ലക്ഷ്മി ആ സുന്ദരി ബാക്കിലേക്ക് എന്തൊരു കാണിക്കണ ഗോൾഡ് നീ. അപ്പൊ അവർക്ക് ആരെടുക്കണ്ടേ? നീ എങ്ങനെ എടുക്ക? ഞാൻ കണ്ടു ഞാനൊന്നും പറയുന്നില്ല. ദയവ് ചെയ്തിട്ട് ആ പിള്ളേരെ പോലെ വണ്ടി കയറ്റിയായിരിക്കും. എനിക്കാണെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് കൂടി ഇരിക്കാനും പറ്റണില്ല. എന്റെ തോടാ പപ്പടക്കണ്ണി 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 കിട്ടി. പപ്പടക്കണ്ണി ഇല്ല ഇതിന്റെ എന്താ കഴിച്ചേ? ട്രംപ് എന്താ കഴിച്ചേ? ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങളെ നീ അതിക്കില്ലേ? നീ ഓടിക്കുമ്പോ നീ ഇഷ്ടമുള്ളടത്തൊക്കെ ഓടിച്ചോ. When you drive Golda, that is you on your side. You do whatever you want to do. ഞാൻ മിണ്ടുന്നില്ല. എന്റെ മിണ്ടല്ലേ ഇവിടെ കുഴപ്പം. ഞാൻ ചാനലിൽ നിർത്താൻ പോവാ. ആ എന്റെ ചാനൽ നിർത്തിയാലേ എനിക്ക് അവളെന്താ വള എന്റെ ചാനല് ചെയ്യണത് ആണോടെ? എന്റെ ചുമ ഓട്ടറാ. എന്റെ ചുമ പാടാ ചുമ. നീ ഇവിടെ വിളിച്ചോ? ആൾക്കാരെ തൻ്റെ ഇടം കൂടുതലേ ഇവിടക്ക്. തങ്കത്തിങ്കൽ കിളിയായി കുറുകാം, താരത്തിങ്കൽ കിമ്മിളിയാം നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ പാരിജാത നിഴൽ പോലെ നെഞ്ചിലുള്ളിൽ ഒരു മോഹം അതിലിന്ദ്രനീലലയ താളം കുങ്കുമമേഘം ബൂട്ടിക്കൂട്ടി ബ്ലാം ബ്ലാ ബ്ലിപ്പള ബള ബള. അയ്യോ തലയടിച്ചോട്ടാ കൂട്ടരെ. ആ ഓക്കെ എന്നാ പോവാ. വന്നല്ലോ വനമല വന്നല്ലോ. എനിക്ക് ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കാനുള്ള സമയമായി. അമ്മ എക്സസൈസ് ചെയ്യണ്ട? ആ എന്നാ വന്നേ, എല്ലാവരും കൂടെ വന്നേ. Hello guys, how are you doing? This is evening time. It's nearly 5 o'clock. Bye. See you. എൻ്റെ ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കണം. എനിക്ക് ബീഫ് നല്ല ലൈറ്റിംഗ് ഗോൾഡ് ഇവിടുന്ന്. അയ്യാ ബാക്കിൽ നല്ല സൺസെറ്റിൻ്റെ നല്ല ലൈറ്റിംഗ് ഉണ്ട്.
ആ കുണ്ടുമണി ഇപ്പൊ തന്നെ കീപ്പിട്ട് തന്നെയായിരുന്നു. കുണ്ടുമണി കുണ്ടിലേക്ക് പോയെന്നായിരുന്നു ഇപ്പൊ തന്നെ. കുണ്ടുമണി രാടനെ ഉള്ളിലെടുത്തിട്ട് പോവാണോ? വന്നേ പോവാ. ഹേയ് അപ്പൊ അത് അടച്ചൂല കുട്ടി. ഞാൻ ശ്വാസം മുട്ടി ചാവട്ടെ കേട്ടാ. ആ എന്റെ ചാവ് കാണാൻ നിൽക്കണ 2 3 4 എണ്ണങ്ങൾ ഇതേ കണ്ടില്ലേ? ഈ വണ്ടിന്റെ മേലെ കൂടെ കയറ്റിയ പോലെ നിങ്ങൾക്ക് എന്റെ ചാവ് കാണാൻ പറ്റില്ലടേ. ഞങ്ങളെന്നെ ഞാൻ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി എറിച്ചും. എന്തേ എടി വേടറി താഴെയുള്ള ഒന്നും പറ്റില്ല കേട്ടാ. മുകളിലേക്ക് കയറിയിട്ട് ഈ ഇവിടെ ഇരിക്കണം. ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. ഇവിടെ വലിച്ചിടാൻ സമ്മതിക്കാൻ പറ്റില്ല. ഒരു സാധനവും പറ്റില്ല. എല്ലാം പുറത്തേക്ക് ഇടും. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും അത്യാവശ്യമുള്ള സാധനം എടുക്കാനാണ്. എല്ലാം ഇവിടുന്ന് വരെ ശല്യം ഒഴിവാക്കിയിട്ടാ പാട്ട് വെച്ച് കൊടുത്തേക്കരുത്. മലയാളിയാന്ന് തോന്നുന്നു അല്ലേ ഫാമർ? ജിൻഡോ എന്നാ പേരുന്ന്. ഇവിടെ വേറൊരു ജിൻഡോ ബേക്കറി എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. അമ്മയെ പഠിപ്പിക്കണേ. തുടങ്ങുമ്പോഴേക്കും അമ്മ അടി കഴിഞ്ഞിട്ടുണ്ട് 2. വള്ളി കീറും ചേട്ടാ. നമ്മുടെ ബീഫ് ഞാൻ ഉച്ചയ്ക്ക് വേവിച്ചത് വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കണം. പ്ലീസ് എന്നോട് ഇതിന്റെ വീഡിയോ ചെയ്യാൻ ചോദിക്കണെങ്കിൽ നാണക്കേടാണ് കേട്ടോ. പൂമ്പാങ്കും പുളങ്കറന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആവശ്യമുണ്ട്. നിനക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നിനക്ക് എല്ലാ ദിവസം ഞാൻ ഉണ്ടാക്കി തരുമ്പോൾ മുടങ്ങിയാ പോരെ. ആ 2 തന്നെ എന്റെ പൊന്നെ. അത് പൊളിച്ച് ആ സ്പീക്കറൊക്കെ അവിടെ പൊളിച്ചിട്ടുണ്ടാ കിട്ടിട്ടില്ലേ? ഔ അത് പറഞ്ഞപ്പോ പാട്ട് കേൾക്കണേ. ഒന്നും വേണ്ട, എല്ലായിടത്തും മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഇന്നലെ അതുപോലെ ആക്കിയിട്ടാണ് എയറാ നീ വീണ്ടും നിന്റെ കണ്ണ് പൊട്ടിയത്. ആക്ച്വലി ഇതെന്ത് സാധനം? ചോക്ലേറ്റാ? കേക്കാ? അപ്പൊ ഇരിക്കണോ? എന്റെ ഹാഫ് ഞാൻ എടി അത് പച്ചമുട്ടയത് നാളെ മെഴുകൂട്ടാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതിന് എന്റെ മേൽ ചാരിക്കണ എന്തിനാണ്? ആ എല്ലാത്തിനും ഞാൻ വേണം. പക്ഷെ എൻ്റെ അവസ്ഥ ചാരി വെക്കാനായിട്ട് പോലും. ഓക്കെ, നമ്മുടെ ബീഫ് സ്റ്റൂവിൽ കുറച്ച് ക്രീം. ബ്യൂട്ടിഫുള്ളിയോ ഫ്രഷ് ക്രീം. എനിവേ ഇറ്റ്സ് എ നൈസ് റിച്ച് കറി ഐ മെയ്ഡ്. എനിക്ക് പക്ഷേ ഇതിൽ അണ്ടിപ്പരിപ്പ് അയച്ച് ചേർത്ത കാരണം അതിൻ്റെ ഫ്ലേവർ നോക്കട്ടെ. പണ്ട് കാലത്ത് ഞാൻ മറ്റേ നമ്മുടെ ഈ ഹൈദരാബാദി ഫുഡിലൊക്കെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാത്തത് എനിക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പട്ടാക്കാസ് പൊട്ടിക്കും. പ്രിങ്ങോ ഇതിന്റെ മെയിൻ പട്ടക്കത്തിന്റെ ആളാ. എനിവേ കറി ഇസ് റെഡി. ഇന്ന് കൊറിയാണ്ടർ ലീവ്സ് ഇല്ല. ഇന്ന് അവരുടെ സംശയം ഇപ്പൊ തീർന്നു. ഇത് കണ്ട വശം. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാ മാമ കൊടുക്കണേ. എയ്റ ഇന്നും ഫുഡ് കഴിക്കണില്ല, കുറവാ. സ്കൂളിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. അതല്ല, അവള് 2 വായ കൊടുത്തു, 2 വായ കഴിച്ചു, 3ാമത്തെ വായ തുപ്പി. അതാണ് എയ്റയുടെ. എച്ചുമു കഴിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എച്ചുമുന മതി എന്ന് തോന്നുന്നു. ദാറ്റ്സ് ഇനഫ്. നീ നിന്റെ പോർഷൻ കഴിച്ചു, ദാറ്റ്സ് ഗുഡ്. ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പായ ആ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റൈസും ബീഫും കൂടിയിട്ടാണ് കൊടുത്തത്. എസ്മെ ഹാഡ് ഹെർ പോർഷൻ. എടാ എയ്റ നിനക്ക് മതിയടാ. എയ്റ യു ഡൺ. മതി. എന്താണോ മിക്കവാറും ഇന്നലെ ഛർദ്ദിച്ച കാരനായിരിക്കും. പിങ്ങുനു പറഞ്ഞോടാ. ഓക്കെ, താങ്ക് യു. ട്രെയിനിങ് ടൈം. ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രോൺ റൈസ്. മോനെ വരണ്ടേ മോനെ? ഞാൻ കേക്ക് തരുന്നില്ല. കേക്കിൻ്റെ ഒരു പീസ് കൊടുത്തപ്പോൾ വരിക മോനേന്ന് വിളിച്ചിട്ട്. വെയിറ്റ് ചെയ്യേ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നാ. ചേട്ടാ ഗോൾഡൻ, നീ എനിക്ക് ബീഫ് കറി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണേ. കുട്ടീനെ കൊണ്ട് ഞാനേ അപ്പം അത് പിടിച്ചാട്ടി. ഞാൻ എൻ്റെ ഈറമ്മ എന്നെ വിളിച്ച്
അങ്ങോട്ട് പോക്കോ. അവിടെ അവിടെ വിളമ്പുണ്ട്, അവിടെ വിളമ്പുണ്ട്. അമ്മേ ആവശ്യം ശരിയാ. ഹൈദരാബാദി കറിയുടെ ഒക്കെ നല്ല ടേസ്റ്റ്. ആ അതാണ് അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊക്കെ ഇട്ടിട്ടേ. നല്ലതാണോ? ഗുഡ്. നീ എന്തെങ്ങനെ ആകെ ഒരു വയ്യത്തെ പോലെ നിൽക്കണേ? തുണി എടുക്കാൻ പോയിട്ട് കോൺക്രീറ്റിൽ തലതല്ലി ഒന്ന് വീണു, കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഈ 2 റുപ്യ ലാഭിക്കാനായിട്ട് ഈ വിന്റർ ടൈമിൽ 3 മണിക്കൂർ നേരത്തെ സൂര്യന് വേണ്ടിയിട്ട് ആ വഴിക്ക് പോകണ്ടാന്ന്. കൂട്ടാക്കിയില്ല. അമ്മേ അയ്യോ സൗണ്ട് കേട്ട് ഓടിയെന്ന് നോക്കുമ്പോ കോൺക്രീറ്റിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. എന്തോരം പറയുന്നറിയാവോ? ആ എന്താ കുട്ടിക്ക് എന്താ വേണ്ടത്? ആ നീ ഇങ്ങനെ ഇരുന്നോ, അപ്പൊ കഴിക്കാം. അല്ലാണ്ട് നമുക്ക് ജീവിതത്തിൽ ഇനി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടെന്ന്. ഞാൻ എസ്മയുടെ സീറ്റ് എടുത്തോണ്ട് വരട്ടെ? എടുത്തോ. അമ്മ തരാം. കുട്ടിക്ക് ചോറൊന്നും വേണ്ട, കേക്കും വേണ്ട കേട്ടാ. പിന്നെ കേക്ക് എനിക്ക് വേണ്ടത് ചോറിനേക്കാളും നല്ലത് മറ്റേ നമ്മൾ ഉച്ചയ്ക്ക് കൂടി ചപ്പാത്തി നല്ലതായിരിക്കും. ചോറിൻ്റെ തൊട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എരിവുണ്ടോ കറിക്ക്? വേണ്ട. കേക്ക് വരെ വേണ്ട. അതിന് ഇന്നലെ ഛർദ്ദിച്ചെൻ്റെ കഴിക്കുന്നില്ല. സോ ഗുഡ്. വേണ്ട, കുട്ടിക്ക് ഒരാളെ പാല് തരാം കേട്ടോ. നീ തന്നെ പഠിക്കുന്നത്. സോ ഗുഡ്. സംടൈം നീല പറഞ്ഞ അവർ ചില സമയത്ത് ഫീൽഡ് എടുക്കില്ലെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും She might not be hungry, that's so good. അല്ലെങ്കിൽ അവൾ ഭയങ്കര പസിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഡമ്മി വേണ്ടി ഇവിടെ ഒരു സാവർ ക്രീമാണ്. എന്തിനാ കൊച്ചേ അതെടുക്കണേ? സാവർ ക്രീമാണ് ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. അത് വീണുന്നുണ്ട് മുകളിൽ. അതോ കുളിമുറി പൊളിച്ചതാണാവോ? പിന്നെ ഞങ്ങൾ ബൈ പറയാട്ടാ. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാ. ബലൂൺ വെയിറ്റ് ചെയ്യേ മേളിൽ വന്നിട്ടാ കട്ടിട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഗോൾഡൻ വീണു. ഏറെ ഇരുന്ന് തിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ? കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും റെസ്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും. ഇതിന്റെ ഷേപ്പ് കണ്ട അടിയിൽ വഞ്ചി പോലെയുണ്ട്. സോ ലെറ്റ് മീ റെസ്റ്റ് ചെയ്യാത്ത ഞാൻ ആക്ച്വലി ഇതിപ്പോൾ നമുക്കിത് വീഡിയോ കട്ട് ചെയ്ത് നോക്കണ്ടേ? ആ പിങ്ങോ താങ്ക് യു ഫോർ ദിസ്. നൗ ലെറ്റ് മീ ടേസ്റ്റ്. അത് മധുരിട്ടില്ല അല്ലേ? You know what that's called? That's called snatching. മധുരം ഇല്ലേ? മധുരം വളരെ കുറവാണ്. ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇറ്റ്സ് ലൈക്ക് വെരി 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 ലെസ്. ഒരു കേക്കിന് ഇത്രയും കുറവ് മധുരത്തിൽ ഞാൻ ഒരു കേക്ക് കഴിച്ചിട്ടില്ല. അല്ലേ? Don't even feel any sugar. ചോറിന് വേണ്ട. അതൊക്കെ മുകളിലൊരു ഐസിങ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോടെ കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നോ. ബൈ ബൈ. for you fellas. കണ്ടാ ഗോൾഡ് വീഴുമ്പോ വരെ ഐ ലവ് യു എഴുതിട്ട് വീഴുക. കണ്ടാ ഐ ലവ് യു. നന്നായിട്ടുണ്ട്. എന്താണെങ്കിലും ഫുള്ള് കൂടെ അടിച്ചിട്ടുണ്ട് കൈയെല്ലാം. സൂപ്പർ വീഴ്ച വീണിട്ടില്ല കേട്ടോ കുട്ടി. 2 പാടല്ലേ ഉള്ളൂ. നല്ല ലവ് എങ്ങനത്തെ കറക്റ്റ് തോന്നുന്നു. 2 മുട്ടാണ്. 2 മുട്ട്.